ഈ ഷോയിൽ നിൽക്കണമെന്നുള്ളത് കൊണ്ടും എനിക്ക് ജീവിക്കണമെന്നുള്ളത് കൊണ്ടും മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ എന്ന് ചപ്പാത്തി പരത്തുന്ന ഉരുളൻ വടിയുണ്ടല്ലോ, ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന, അതെടുത്ത് കൈ പിടിച്ചുകൊണ്ട് അനുമോള് പറയുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട്, ജോക്കല്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഇത് ഈ മാവും ചപ്പാത്തി പലകയും ഒക്കെ അവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, വലിയ വഴക്കിന് ശേഷം ബിഗ് ബോസ് കൊടുത്ത പണിയാണിത്. അപ്പൊ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് അനുമോൾ അപ്പാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അയാൾ എന്തായിരുന്നു ചേട്ടാ പറഞ്ഞത്, ഞാനത് വിട്ടുപോയി, എന്തായിരുന്നു പറഞ്ഞത്? അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, നീ അത് വിട്ടുകള, ഇനി അത് ഓർത്തോണ്ടിരിക്കണ്ട എന്ന് അപ്പാനി പറയുന്നുണ്ട്. സത്യത്തിൽ അനുമോൾക്ക് തന്നെ അറിയില്ല ഇയാൾ എന്താണ് പറഞ്ഞതെന്ന്. അനുമോള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾ എന്തോ ഭയങ്കര കൊടൂരമായ പാതകമാണ് പറഞ്ഞത് എന്നാണ്. അല്ലെങ്കിൽ നിലപാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, നിലപാടില്ലാത്തത് കൊണ്ട് എന്റെ വീട്ടിലും പരിസരത്തും അടുപ്പിക്കില്ല അങ്ങനെയുള്ള സ്ത്രീകളെ എന്ന് പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും അടിച്ചു കൊല്ലാനൊക്കെ ആലോചിക്കൂ? ഈ ചപ്പാത്തി വടി കൊണ്ട് ഞാൻ നിങ്ങളെ തലയ്ക്കടിച്ച് ഞാൻ കൊന്നിട്ട് ജയിലിൽ പോയെന്ന് പറയൂ ആരെങ്കിലും? അപ്പോ അനുമോക്ക് മനസ്സിലായിട്ടില്ല അയാൾ എന്താണ് പറഞ്ഞത്. അനുമോൾ ആകെ വരണ്ടുപോയി അപ്പാനിയും കൂടെ ഒക്കെ പറയുന്നത് കേട്ടപ്പോഴേ. അതാണ് ഇന്നലെ സംഭവിച്ചത്. എന്തായാലും ഇന്നലത്തെ ലൈവ് ഒരു ഒന്നൊന്നര ലൈവ് തന്നെയായിരുന്നു, പ്രത്യേകിച്ച് ജയിലിൽ അവരായതിനു ശേഷം. ഇനി ലാലേട്ടൻ എങ്ങനെയാണ് ഈ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്ക്, അതായത് ഇതിൽ നടന്ന കുറെ കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നില്ല. അതായത് ചോദിച്ചാൽ തന്നെ അതൊരിക്കലും ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണല്ലോ ഇന്നലെ നടന്നത്. എന്തായാലും എപ്പിസോഡിൽ കാണിച്ചതിൽ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.